ചാനലുള്ള കാര്യം എല്ലാം വരും. ഞങ്ങളിപ്പം ഷൂട്ടിന് പോവുകയാണ്. യമുനാഗ എന്ന് പറയും. മോഡൽ 1, മോഡൽ 2, ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിലുണ്ട്. ഫോട്ടോ അല്ല, വീഡിയോ എടുക്കുന്നത്. എന്റെ ഗിംബലാണോ അവിടെ ഉള്ളത്? ഗിംബൽ എടുക്കുന്നത്. നീ ഇങ്ങനെ പോകുന്ന എല്ലാവരും അപ്പോൾ വീഡിയോയുടെ താഴെ കമന്റിൽ ഷാരൻ എന്ന് പറഞ്ഞ 2 മണിയുടെ സാരന്റെ ടിങ് ഇടുക. അപ്പൊ ഷാരനെ ഗിവ് ചെയ്യുന്നതായിരിക്കും. ഈ മാസം അവസാനമായിരിക്കും ഗീവ് റിസൾട്ട് വരുന്നത്. 15 minutes later. എല്ലാരും ഉറങ്ങിപ്പോയി. നീ ഉറങ്ങണില്ലേ? ഉറങ്ങണില്ലേ? ഉറങ്ങടി. എടാ ഉറങ്ങടാ, ഉറങ്ങടാ. എല്ലാരും ഉറങ്ങി. മോഡൽസ്. ഓ പൊന്നു മോനെ, ഇത്ര നേരം മഴ തുടക്കമല്ല ഇതായിരുന്നു. ഇപ്പൊ കരിഞ്ഞ വെയിൽ. ഓ മൈ ഗോഡ്, വളരെ കഠിനമേറിയ ഇവിടുത്തെ വഴിയൊക്കെ ഇവിടെ പോയി. ഇതാണ് യമുനഘാട്ട്. വെള്ളം കൂടി ഗൈസ്, വെള്ളം കൂടി. എടാ ചെറുക്കന്മാര് ഒഴുക്കുള്ള വെള്ളത്തിലല്ലേ ഈ ചാടുന്നേ? ദേ പോണു. ലൊക്കേഷൻ തപ്പുകയാണ്. കുക്കുമോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഇവിടെ അടി നടക്കുകയാണ് ഗൈസ്. കാശ് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് അടി നടക്കുകയാണ് ഗൈസ്. ഒരു പൊട്ടൻ. ലൊക്കേഷനിലെത്തി ഗിംബൽ. ഇത് മോഡൽ ഇപ്പോഴില്ല, തൽക്കാലത്തേക്ക് ഇവിടെ അങ്ങനെ കുത്തിരിക്കാം. വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറയാം, എന്തോ പ്രശ്നമുണ്ട്. അത് അവിടെ മോഡൽ റെഡിയാകുന്നു. സ്റ്റൈലിസ്റ്റ്, അതർ ടീം മെമ്പേഴ്സ്, വീഡിയോഗ്രാഫർ. മുമ്പ് ഇവിടെ ഇതിലും വൃത്തിയോടായിരുന്നു. ഇവിടെ അല്ലേ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അത് സ്റ്റേബിൾ ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ. എടാ അതിന് കൈ കൊണ്ട് മാറ്റാൻ പറ്റില്ല, ഒന്ന് മാറ്റി കൊടുക്ക്. ഇല്ല ഗൈസ്, ഇവരിന്ന് തിരിച്ചു വരുവോ ഇല്ലയോന്ന് അറിയില്ല. മുതലാളി മുമ്പോട്ട് പോണ്. ബൈ ഗൈസ്.
leave the rope now. Subscribe our channel to see further where they ले लेना पैसे. They will pay. He is asking cash. Online या cash? नहीं भैया सही बता मजाक. എടാ ദേ ഒരു തലയല്ലേ പോകുന്നത്. ദേ ഒരു തല പോകുന്നു. See one head is floating. എടാ ഇവന് ഏതടാ? അതില്ല ഷൂവിന്റെ കൂടെ എടുത്തോ ഒരു മൂച്ചോട്ട് അവിടെ നടന്നു വന്നു. ഇനി ഇറങ്ങാൻ പറ്റില്ല, വെള്ളത്തിൽ നിൽക്കണം. ഇനി ഇറങ്ങണ്ട. ഇവനൊരു മണ്ടനായ ഫോട്ടോഗ്രാഫറാണ് ഗൈസ്. ആക്ഷൻ പോരട്ടെ. സീൻ നമ്പർ 1 കഴിഞ്ഞു. ഗിംബലും ക്യാമറമാനും എല്ലാമായി വിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി സീൻ നമ്പർ 2 തപ്പാൻ പോകണം. സീൻ നമ്പർ 2 ആക്ച്വലി പ്ലാൻ ചെയ്തതാണ് ഭാഗത്തായിട്ട്. അത് ഈ വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ സീൻ നമ്പർ 2 ഇനി പുറത്ത് കുറച്ച് സ്ട്രീറ്റ് ടൈപ്പ് ഉണ്ട്, അപ്പോൾ അത് നോക്കട്ടെ പോയിട്ട്. അപ്പോഴേക്കും റെഡിയാക്കാണ് ഗായ്സ്. ഗാർമെന്റ് 2 റെഡിയാക്കൂ. ഓക്കെ. ഇല്ലല്ല, സോറി, യാത്രക്കാരനല്ല. ജോലിക്ക് പോകുന്ന ഞാനും മാൽബിയും ടയർഡായിട്ടോ. ഇപ്പൊ തന്നെ രാവിലെ 6-7 അനുസരിച്ച് തുടങ്ങിയതാ. ഉള്ളാനൊന്നും പറ്റില്ല ഇവിടെ. അവളെല്ലാം സഹായം ചെയ്ത് കൊടുക്കുക കേറാൻ. ഷൂ ഉരിപ്പിക്കുന്നതല്ലേ? എടാ ആൽബി, നീ ഒന്നും അവളെ കയറ്റിയാ മതി. അവൾക്ക് ഓക്കെ ആണെങ്കിൽ നീ കയറ്റി ഇരുത്ത്. അതെ. അതാ എന്നെ എടുത്ത് മലത്തണല്ലേ, ആ കൊച്ചിന് എന്താണേലും സുഖമായിട്ട് എടുക്കാൻ പറ്റും. അവിടെ ഇരുന്നോട്ടെ. അപ്പുറത്തൊരാൾ നിൽക്കും, പുറകിൽ ഒരാൾ നിൽക്കും. Is it slipping? Guys, hi. നേരത്തെ നല്ല മഴയായിരുന്നു, ഇപ്പൊ ഒടുക്കത്തെ വെയിലായി ഗൈസ്. അമ്മേ, വരൂ ഗൈസ്, വരൂ. Oh, it's really nice. It's really sunny here. ഇറങ്ങിപ്പോയി തുള്ളി. ഗൈസ് പൊള്ളുന്ന ചൂട്. സമാധാനമായില്ലേ ഇപ്പോ? രാവിലെ മഴയായിരുന്നു പറഞ്ഞ് ഗൈസ് ഇപ്പൊ നമ്മളെ കാണാനായിട്ടാ ഗൈസ്. എന്റെ ഇവിടൊക്കെ പുള്ളി. വെയില് കൂടി ഞാൻ പ്രാന്തിയായി ഗൈസ്. ലൊക്കേഷൻ ചേഞ്ച്. കത്തുന്ന വെയിലത്താണ് ഇവരുടെ ഷൂട്ട് ഗൈസ്. കത്തുന്ന വെയിലത്ത്. Animal, you will turn into a tomato soon. Yeah, I also feel that. Bat. Batman. Spider-Man. ലിസ്റ്റ് കുടിച്ചിട്ട് കിറങ്ങി നടക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. എടാ എങ്ങനെയാണേലും വേഗം. ദേ അപ്പാപ്പൻ കൊണ്ട് വേണമെങ്കിൽ എടുത്തോ. അയ്യോ അപ്പാപ്പൻ പോയി. ഞാൻ പറയണ പോലെ ചെയ്യാൻ പറയൂ. രണ്ടും ചെയ്യാം. ഓക്കെ, റെഡി. We can put it here, like.
ഒന്നുകൂടി എടുക്കണ്ടത്. ആ നിക്കുന്ന തിണ്ടി കുറെ നേരമായിട്ട് വായ നോക്കുന്നു, വെള്ളമെല്ലാം ഒലിക്കുന്നു. വാഴയൊക്കെ ഗൈസ് നമ്മുടെ നാട്ടിലത്തെ വാഴ കിട്ടി. Guys, ഈ പ്രദേശത്ത് ഇവിടെ മാത്രമേ വാഴ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മളൊരു അരിക്കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ് വീഡിയോ എടുക്കാൻ. കണ്ണട വെക്കണോ? നിർബന്ധമില്ല. അങ്ങനെ വെച്ചാലും വെച്ചില്ലെങ്കിലും കാണാൻ പറ്റില്ല. ഈ കണ്ണടയുടെ വീട്ടിൽ മാത്രമേ അറിയാം. Guys, it's too sunny here. Are you joining me? No, Hanuman temple is your plan. Yeah. Tourist spot. Guys, ഇത് ഹനുമാൻ ടെമ്പിൾ ആണ്. ഇതിനുള്ളിൽ ഞങ്ങൾ ഇതിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. യെസ്, ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ലുക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ വെയിലായതുകൊണ്ടാണ് ഗൈസ്. ടയർഡായി ഗൈസ്. ഓ, എല്ലാരും ടയർഡായി. ഇവരെന്തോ സംസാരിക്കുന്നു സുഹൃത്തുക്കളെ. അയാള് പോയി. നീ പോയി അവിടെ ഉണ്ടോ കുറച്ചു നേരം? ആ നാടിയുടെ ഫ്രെയിം എന്ന് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ലോറി എന്ത് പ്രശ്നമുണ്ടോ? പിന്നെ കൂടിയുണ്ട്. അങ്ങനെ ആദ്യത്തെ 2 ഫ്രെയിമും സീനും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലൊക്കേഷൻ നമ്പർ 2 പോകുന്നു. ചത്തുകുത്തു. ഇനി ഇവിടെ അടുത്ത ഇനി ഗിവ് അവേ മറക്കരുത്. ഈ മാസം അവസാനമാണ് ഇതിന് ഗിവ് ചെയ്യുന്നത്. അതെ, ലൊക്കേഷൻ 2 പോകുന്നു. ഞങ്ങൾ 4 പേര് വണ്ടിയിൽ. ബാക്കിൽ അടുത്ത ക്യാബ് ഉണ്ട്. ബാക്കി 4 അവിടെയാണ്. ബാക്കിലെ ക്യാബ് കാണുന്നില്ല ഗൈസ്. മുമ്പിലാണത്. സോറി, മുമ്പിലായിരുന്നോ? നോക്കൂ, ടാനൊക്കെ അടിച്ചു, സൺസ്ക്രീൻ ഇട്ടില്ല. നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ പോയിട്ട് ഒരു തേങ്ങയും ചെയ്യാനില്ല. യെസ്, നമുക്ക് വേണ്ടത് പൂക്കളാണ് നമുക്ക് വേണ്ടത്. പൂക്കൾ. വെൽക്കം ടു ഫ്ലവർ മാർക്കറ്റിന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കുണ്ടോ? പൂക്കളൊന്നും കാണുന്നില്ലല്ലോ. പൂവേ പൂവേ ഫ്ലവേഴ്സ്. അത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഫ്ലവർ ഒന്നും കാണുന്നില്ലല്ലോ സുഹൃത്തുക്കളെ. പൂക്കൾ എവിടെ കിട്ടും? പൂക്കൾ പൂക്കും എപ്പോ ഇറങ്ങി ചേച്ചി? ഞാനിപ്പോ ഭാരത്തുനിന്ന് ഇറങ്ങിയതാ, സൂര്യന്റെ അടുത്തുനിന്ന്. ഗൈസ്, പൂക്കളൊന്നും ഇല്ല ഗൈസ് ഇവിടെ. പൂക്കളൊക്കെ ഉണങ്ങിപ്പോയി വെയിലത്ത്. ടെഗ് സിങ്ങിന്റെ അടുത്ത് നമ്മൾ പോണത്. അവിടെയാണ് കുറച്ച് പൂക്കൾ കാണുന്നത്. യെസ്, വി ആർ ദ പൂൾ മാർക്കറ്റ്. അതെ, ആ കൊട്ടയിലിട്ടാലോ അവളെ വയ്യ പിള്ളേർക്ക്. ഒന്നാമതേ സാരിയും കോട്ടും കൂടെ ഇട്ടോണ്ടാ നടക്കുന്നത്. ഓ, എല്ലാവരും ഫൂൽ മാർക്കറ്റിലെത്തി. പക്ഷെ ഇവിടെ ഫൂലൊന്നുമില്ല. മൃഗങ്ങൾ മാതിരി ഓരോ ഒരാളുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവുമെന്നാ തോന്നുന്നത്. അവൾ തുണി മാറാൻ പോവുകയായിരുന്നു. ഇപ്പോൾ എല്ലാം ലീക്കായി. സെൻസർ ബോർഡ്. 2 പട്ടികൾ. ഓ മൈ ഗാഡ്. ഗൈസ്, ഞങ്ങൾക്ക് ഫുൾ മാർക്കറ്റ് ഡ്രസ്സ് മാറാൻ കിട്ടാത്ത കാരണം കുറച്ച് ചേട്ടന്മാർ ഞങ്ങൾക്ക് വാന് തന്ന്. പക്ഷേ ഇപ്പം എല്ലാവരും കൂടി ഈ വാൻ്റെ ഡ്രസ്സ് മാറുകയാണ്. കാവൽ നിൽക്കുന്ന അനുമോളും കരിമിയും. അൻമോൾ ഹൗ ആർ യു? നല്ല ചൂടാണ്. ഒരുത്തൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്?
ഞങ്ങളുടെ ഗൈസ് മോഡൽ നമ്പർ 2 റെഡി ആയിട്ടുണ്ട്. മോഡൽ നമ്പർ 2 റെഡി ഫോർ ദ ഷൂട്ട്. എന്ത് ചാവുന്നോ ഞങ്ങൾക്ക് അവിടെ പോകണം. അവിടെ കുറച്ച് ചേച്ചിമാര് പൂ പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇവിടെ കൊണ്ട് നിർത്തണം. ഈ വെയിലത്താണ് സുഹൃത്തുക്കളെ ഇവരുടെ ഷൂട്ട്. ജമന്തി ജമന്തി. ഞാൻ പറയാം ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് മോഡലിനെയും കൊണ്ട് യാത്രയാണ്. കുക്കു പട്ടി. എടാ പൊക്കോളൂടാ, പയ്യെ പയ്യെ പയ്യെ. ചാടകിട്ടു. ഇവൻ നിന്നെ കൊണ്ട് പോളുന്നു. നീ ഇവിടെ പോകുമ്പോഴത്തേന്നോ ഇത് കയറ്റി പിടിക്കും. ഇത് ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് ഗൈസ്. ഗൈസ് കഴിഞ്ഞു നമ്മുടെ ഷൂട്ട്. മോഡൽസ് ഡെഡായി ഗൈസ്. മോഡൽസ് രണ്ടുപേരും നിന്ന് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞു. എല്ലാരും ഇനിയിപ്പോ ഞങ്ങള് ഇപ്പഴും ഓഫർ ഇപ്പഴും പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മളെല്ലാരും പോയി അയ്യനിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു. അയ്യോ എത്തി. പോട്ടെ പോട്ടെ പോട്ടെ. അയ്യേ കേരള ഹോട്ടൽ തിന്നണം, എന്തെങ്കിലും തിന്നണം. എല്ലാവരും ദാഹിച്ച് വലഞ്ഞിരിക്കുന്നു. ഒരു നേരത്തെ വെള്ളം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നു. നിനക്കെന്താണ്ട്? നിനക്കെന്താണ്ട്? അത് മാത്രം മതി. ആ നിനക്ക് അയ്യോ ആ കുട്ടിക്ക് എന്താന്നാ കുട്ടിക്കറിയില്ല. വാട്ട് യു വാണ്ട്? വാട്ട് യു വാണ്ട്? ബിരിയാണി. പൊറോട്ടയും ചില്ലി ചിക്കനും. നിനക്കെന്ത്? എല്ലാരും കേരള മൊയ്ത്തോ കുടിക്കുകയാണ്. നാരങ്ങ സോഡ അഥവാ കേരള മൊയ്ത്തോ. എനിക്ക് വെള്ളമുള്ളത്, ഇവർക്ക് സോഡയുള്ളത്. ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുക്കുവിനെ കാണാൻ ഒന്നും പറയാനില്ല. ഈ കുട്ടി ആദ്യമായിട്ടാണ് മൊയ്ത്തോ കേരള മൊയ്ത്തോ റിവ്യൂ. ഓ മൈ ഗോഡ്. നമുക്ക് ഇത് ഇത് രണ്ടും ടേസ്റ്റ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുടിക്കില്ല, സേഫാ. ബിരിയാണി വന്നു, ഇവിടെ ചില്ലി ചിക്കനും പൊറോട്ടയും വന്നു. നിന്നത് കൈയിട്ട് ഞാൻ വരും. അവിടെ ചില്ലി ചിക്കൻ അത് പറ്റത്തില്ല. നമ്മളെങ്ങനെ എടുക്കണം വെച്ചാൽ ഇങ്ങനെ പോകണം, ഇങ്ങനെ എടുക്കണം. കിട്ടിയില്ല, മിഷൻ ഇമ്പോസിബിൾ. കിട്ടിയില്ല, വിളിച്ചതിച്ച്.
അവിടെ എങ്ങനെയുണ്ട്? അവനും നല്ല ടേസ്റ്റ്. ആ കൊച്ചിനെ നിർത്താൻ പറ കൂടി. ഈറ്റ്. ഓ സ്പൂൺ കൊടുക്കാനാണോ? ഇവിടെ കേൾക്കാം. ആരെ നിങ്ങൾക്ക് സർബത്തലും ഞാൻ അമ്മ മനസ്സ് കണ്ടു പിച്ച് കൊടുക്കുന്നു. കൊക്കമ്മ മാതാശ്രീ തിന്ന് തിന്ന്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഗൈസ്. തീർന്നു. കുക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നു ഗൈസ്. പിന്നെ ലിപ്സ്റ്റിക് ഇടുക. നന്നായി ഫുഡ് അടിച്ചിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് മെട്രോയിൽ കയറാനുള്ള പരിപാടി നോക്കട്ടെ. നല്ല മഴ വരുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് ഇനിയിപ്പോൾ പോകാനുള്ള ഒരു പറയാൻ പറ്റുന്നില്ല, വാക്കൊന്നും കിട്ടുന്നില്ല. തിരിച്ചു പോകാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഞാൻ. ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ 1000 രൂപ, 1300 അത്രയൊക്കൊന്നും പോകാനുള്ളൊരു ഇതില്ല നമുക്കിപ്പോൾ. അപ്പം നമ്മൾ മെട്രോ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ദേദോ